Let us now bow our hearts in reverence as we listen to the Holy Gospel. For the Word became flesh and dwelt among us. I call upon Miss Irene Benny to read the Gospel. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ബാരഖ്മോർ ആ കാലത്ത് തന്റെ ആധിപത്യത്തിന് കീഴിലുള്ള സർവ്വജനവും പേർവഴി ചാർത്തപ്പെടണമെന്ന കൽപ്പന അഗസ്തോസ് കൈസറിൽ നിന്ന് പുറപ്പെട്ടു. സിറിയയിൽ കൊറിനോസ് നാടുവാഴിയായിരിക്കുമ്പോൾ ഈ പേർവഴി ചാർത്തൽ ആദ്യത്തേതായിരുന്നു. അവരവരുടെ നഗരിയിൽ പേർവഴി ചാർത്തപ്പെടേണ്ടതിനായി എല്ലാവരും പോയിക്കൊണ്ടിരുന്നു. യൗസേഫും ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നു കൊണ്ട് യഹൂദയിൽ ബെത്ലഹേം എന്ന് വിളിക്കപ്പെടുന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് ഗലീലയിലെ നസ്രേത്ത് പട്ടണത്തിൽ നിന്നും തനിക്ക് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഗർഭിണിയായ മറിയാമിനോടുകൂടി പേർവഴി ചാർത്തപ്പെടുവാനായി പോയി. അവർ അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവിപ്പാനുള്ള ദിവസങ്ങൾ തികഞ്ഞു. അവൾ അവളുടെ ആദ്യജാതനെ പ്രസവിച്ചു. അവൾ അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് അവർ പാർത്തിരുന്ന സ്ഥലത്ത് മറ്റു സ്ഥലമില്ലാതിരുന്നതിനാൽ പുൽത്തൊട്ടിയിൽ കിടത്തി. അവർ പാർത്തിരുന്ന പ്രദേശത്ത് തങ്ങളുടെ ആട്ടിൻപറ്റത്തിന് രാത്രിയാമത്തിൽ കാവൽ നിന്നിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. ഇതാ, ദൈവദൂതൻ അവരുടെ അടുക്കൽ വന്നു. കർത്താവിന്റെ തേജസ് അവരുടെ മേൽ പ്രശോഭിച്ചു. മഹാവലിയ ഭീതി അവർക്കുണ്ടായി. മാലാഖ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, എന്തെന്നാൽ സർവ്വ ലോകത്തിനും ഉണ്ടാകുവാനിരിക്കുന്ന മഹാസന്തോഷമത്രേ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. എന്തെന്നാൽ ദാവീദിന്റെ നഗരിയിൽ മെശിഹ കർത്താവായ രക്ഷകൻ ഇന്ന് നിങ്ങൾക്കായി ജാതം ചെയ്തിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് അടയാളം. തുണികൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ മാലാഖയോട് ഒരുമിച്ച് വളരെയധികം സ്വർഗീയ സൈന്യങ്ങൾ കാണപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യർക്ക് സംപ്രീതി. മാലാഖമാർ അവരുടെ അടുക്കൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയ ശേഷം ആട്ടിടയന്മാർ, കർത്താവ് നമ്മെ അറിയിച്ച പ്രകാരം സംഭവിച്ചത് നമുക്ക് ബെത്ലഹേം വരെ ചെന്നു കാണാം എന്ന് പരസ്പരം പറഞ്ഞു. അവർ ഏറ്റവും ധൃതിയോടെ വന്ന് മറിയാമിനെയും യോസേഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരുന്ന ശിശുവിനെയും കണ്ടു. അവർ അവരെ കണ്ടപ്പോൾ ഈ ശിശുവിനെ കുറിച്ച് അവരോട് സംസാരിക്കപ്പെട്ട വചനം അറിയിച്ചു. ഇടയന്മാരാൽ പറയപ്പെട്ടവ കേട്ടവർ എല്ലാം അതേപ്പറ്റി അത്ഭുതപ്പെട്ടു. മറിയാമോ ഈ വചനങ്ങളെല്ലാം അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു നിരൂപണം ചെയ്തിരുന്നു. അവരോട് സംസാരിക്കപ്പെട്ടതുപോലെ തന്നെ സർവവും അവർ കാണുകയും കേൾക്കുകയും ചെയ്തത് മൂലം ഇടയന്മാർ ദൈവത്തെ സ്തുതിച്ചും കീർത്തിച്ചും കൊണ്ട് തിരികെ പോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു.